നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉത്രാടം നക്ഷത്ര ജാതകരുടെ 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള രാഹുർ ദശാകാലത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. ഈ പ്രായമെന്ന് പറയുന്ന പ്രായത്തിൻ്റെ കണക്കൂട്ടൽ ഒരു ഏകദേശ കണക്കൂട്ടലാണ്. കാരണം ഉത്രാടം നക്ഷത്ര ജാതരെ സൂര്യദശയിലാണ് ജനിക്കുന്നത്. സൂര്യദശ എന്ന് പറയുന്നത് 6 വർഷമാണ്. എന്നാൽ ഓരോരുത്തരും ജനിക്കുന്നത് വിവിധ സമയങ്ങളിലായതിനാൽ ആ സമയങ്ങളെ വെച്ച് സൂര്യദശാകാലം എത്ര വർഷം അവർക്ക് കിട്ടിയെന്ന് കണക്കൂട്ടി എടുക്കണം. അങ്ങനെ കണക്കൂട്ടി എടുക്കുമ്പം 6 വർഷത്തെ സൂര്യദശ എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ദിവസം കിട്ടാം, 3 മാസം കിട്ടാം, 3 വർഷം കിട്ടാം, 5 വർഷം കിട്ടാം, അങ്ങനെ വിവിധ തരത്തിൽ അത് കിട്ടാം. പൊതുവായിട്ട് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു ഏകദേശ കണക്കുണ്ടാക്കുകയാണ്. സൂര്യദശാകാലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 വർഷമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പം ഒരു ഉത്രാട നക്ഷത്രജാതനെ സംബന്ധിച്ച് ജനനം മുതൽ 3 വർഷക്കാലം സൂര്യദശാകാലമായിരിക്കും. തുടർന്ന് 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ചന്ദ്രദശാകാലമായിരിക്കും. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ചൊവ്വാദശാകാലമായിരിക്കും. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. അപ്പോൾ രാഹുർ ദശാകാലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. ഈ രാഹുർ ദശാകാലം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഉത്രാട നക്ഷത്രജാതൻ്റെ ജാതക ഗ്രഹനിലയിൽ രാഹുർ ശുഭനാണോ അശുഭനാണോ എന്നതിനെ കൂടെ പരിഗണിക്കണം. ശുഭനായിട്ടുള്ള രാഹുറാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പം ശുഭാവസ്ഥയിൽ നല്ല രീതിയിൽ ഗ്രഹനിലയിൽ നിൽക്കുന്ന രാഹുർ, ആ രാഹുർ ദശാനാഥനായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയൊക്കെ രാഹുർ ദശയാണ്. എന്തായിരിക്കും നേട്ടങ്ങൾ? ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് പറയേണ്ട നേട്ടങ്ങൾ, സ്വത്ത് സമ്പാദിക്കാൻ സാധിക്കും, ഭൂമി വാങ്ങാൻ സാധിക്കും, ഗൃഹം നിർമ്മിക്കാൻ സാധിക്കും, കുഞ്ഞുങ്ങളുടെ സന്താന ഭാഗ്യം ഉണ്ടാകും, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നിയമവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വക്കീലന്മാർ, ജഡ്ജിമാർ, അങ്ങനെയുള്ള തൊഴിൽ മേഖലകൾ, അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ, നിർമ്മിക്കുന്നവർ, അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാതാക്കൾ, വിപണനക്കാർ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഖനന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വ്യാപാരം ചെയ്യുന്നവരും തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെയേറെ അഭിവൃദ്ധിയും ശ്രേയസ്സും ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ് രാഹുർ ദശാകാലം. രാഹുർ ദശാകാലത്തിൽ ശുഭനായിട്ടുള്ള രാഹുർ ഒരാളെ മന്നാധിപനാക്കുമെന്നാണ്. അതായത് രാജകീയ സുഖഭോഗങ്ങൾക്ക് ഉടമയാക്കും. ഉന്നത വ്യക്തിത്വങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നല്ല ഗ്രഹനിലയാണെന്നുണ്ടെങ്കിൽ അവർ ഈ രാഹുർ ദശാകാലം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ മന്ത്രിയോ മറ്റേതെങ്കിലും സർക്കാർ ബോർഡിൽ അംഗങ്ങളോ ഒക്കെ ആയി മാറാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഭിനയ പാടവം രാഹുർ ദശാകാലത്ത് പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനവും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഹുർ ദശാകാലത്ത് പ്രദർശിപ്പിക്കാൻ സാധിക്കും. കൂടുതലായിട്ടുള്ള അന്വേഷണാത്മക തൊഴിൽ, പത്രപ്രവർത്തനമായാലും പോലീസ് പോലുള്ള കാര്യങ്ങളിലായാലും കൂടുതൽ ബുദ്ധിയും കുബുദ്ധിയും പ്രദർശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ശുഭനായിട്ടുള്ള രാഹുർ തൊഴിൽ ഉന്നതി നൽകും, വിദേശ രാജ്യത്ത് തൊഴിൽ ലാഭം ഉണ്ടാക്കിത്തരും, വിദേശ രാജ്യത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരും, പ്രണയ വിഷയങ്ങളിൽ വിജയം ഉണ്ടാക്കിത്തരും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. സന്താനപ്രാപ്തി, വിദേശ രാജ്യത്ത് കുടുംബസമേതം പോയി തങ്ങുക, ചെലവഴിക്കുക, അതുപോലെ തന്നെ കാടും മേടുമൊക്കെ കടന്ന് യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ഗുണഫലങ്ങളുടെ പട്ടിക തന്നെ രാഹുർ നൽകും. ഇനി രാഹുർ നിർഭാഗ്യവശാൽ പ്രതിസ്ഥാനത്ത് പ്രതികൂല സ്ഥാനത്താണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഫലം? പ്രതികൂല സ്ഥാനത്തുള്ള രാഹുർ വിഷഭയത്തിനെ സൂചിപ്പിക്കുന്നു. വിഷഭയം എന്ന് പറഞ്ഞാൽ പാമ്പ്, പഴുതാര, തേള്, പട്ടി, പൂച്ച തുടങ്ങിയിട്ടുള്ള ജന്തുക്കളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാകും. വൈദ്യുതിയിൽ നിന്നും വൈദ്യുതാഘാതം, ഇടിമിന്നലേക്ക്,
വാഹനാപകടം ഇവയൊക്കെ സൂചിപ്പിക്കുന്നു. ശസ്ത്രക്രിയയെ സൂചിപ്പിക്കുന്നു. ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടുക, ചൂഷണം ചെയ്യപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ കരുവേപ്പല പോലെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ. ഇത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാം. പുരുഷനാണെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ പോയി കയ്യിലിരിക്കുന്ന ധനമെല്ലാം നഷ്ടപ്പെടുത്തി അവസാനം ഭിക്ഷക്കാരന് തുല്യമായിട്ട് മാറാം. സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടായ സൽപ്പേരും പാതിപത്യവും എല്ലാം അതോടുകൂടി നശിക്കാം. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളോട് അമിതമായിട്ടുള്ള ആസക്തി, ചൂതുകളി, കുതിരപ്പന്തയം പോലുള്ള കാര്യങ്ങളിലുള്ള ആസക്തി, അതുവഴിയുള്ള ധനനാശം, അതുപോലെ തന്നെ അനാവശ്യം നിയമവിരുദ്ധമല്ലാതെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ധനം സമ്പാദിക്കാൻ ശ്രമിക്കുകയും അതിൽ പിടിവീഴുകയും ചെയ്യുക, രഹസ്യ സ്വഭാവത്തോടുകൂടെ ചെയ്ത ചില കാര്യങ്ങളിലൂടെ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവസാനം അതെല്ലാം പരസ്യമാവുക. ഇതിനിടയ്ക്ക് മൂത്രാശയ സംബന്ധമായിട്ടോ കാലിൻ്റെ പേശി സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരിക, വിടാതെയുള്ള നീർവീഴ്ച, എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും നീർവീഴ്ച, നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ, ദുഷ്കീർത്തി, ദുർജനങ്ങളുമായിട്ടുള്ള വിരോധം, ഇങ്ങനെ ഒരു എന്താ പറയുക, ശാപം പോലെ നിരനിരയായ ശാപം പോലെ ദുരിതങ്ങൾ ഏറി വരുന്ന ഒരവസ്ഥ. എന്ത് തൊട്ടാലും അവിടെ ഞാൻ പ്രശ്നം. മദ്യത്തിനോട് താല്പര്യം കൂടി മദ്യപിച്ച് ലാസ്റ്റ് ഒരു ലിവർ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ ആശുപത്രിയിലാവുക. ചൂതുകളി, പന്തയം പോലുള്ള കാര്യങ്ങളിൽ പോയി കയ്യിലുള്ള കാശുമെല്ലാം പോയി കടം മേടിച്ച കാശുമെല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്തവനായിട്ട് വന്നിരിക്കുക. ഏതെങ്കിലും എതിർലിംഗത്തിൽപ്പെട്ടവരെ അന്ധമായിട്ട് വിശ്വസിച്ച് അവരുമായിട്ട് കയ്യിലുള്ള ധനമെല്ലാം കൊണ്ടാണ് ചിലവഴിച്ച് ലാസ്റ്റ് കയ്യിലെ ധനമെല്ലാം തീരുമ്പോൾ അവർ ചവിട്ടി പുറത്താക്കി എങ്ങും ഇല്ലാതെ വന്നിരിക്കുക. ഇങ്ങനെ ബുദ്ധിമാന്ദ്യം കൊണ്ട് സംഭവിക്കാവുന്ന ഏത് തരത്തിലുള്ള ദോഷങ്ങളും വരാം. സ്വജനം വിരോധികളാവാം, സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നേക്കാം, വാടക വീട്ടിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഇല്ലാത്ത വിപ്ലവം ഒന്നും തന്നെ ഉണ്ടാകാൻ ഇനി ബാക്കിയില്ല എന്ന് പറയാം, രാഹുർ പ്രതികൂലമാണെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് ഏത് വീട്ടിൽ ചെന്നാലും അതിനൊരു പഴമ ഉണ്ടാകും. വാടക വീടുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ഒരു പഴമയുള്ള വീട്ടിലായിരിക്കും പോവുക. അവിടെ ആ പ്രദേശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നെങ്കിൽ ചിതൽപ്പുറ്റി, അല്ലെങ്കിൽ പാമ്പിൻ്റെ മാളം, അങ്ങനെ എന്തെങ്കിലും തേള്, എന്തെങ്കിലും ഒരു വിഷജന്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രദേശത്ത് വസിക്കേണ്ടി വരും. മുള്ളുപള്ളികൾ പടർന്നു കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. കാട്, ഓണ, സമതല പ്രദേശം, പർവ്വതം പോലുള്ള പ്രദേശങ്ങളിൽ വിശ്രമിക്കേണ്ടി വരും. ഇതൊക്കെ രാഹുർ ദശ പ്രതികൂലമായ രാഹുർ ഉണ്ടാക്കുന്ന ഫലങ്ങളാണ്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന വീഡിയോകൾ പുറകെ ഇടുന്നതാണ്. എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഈ രാഹുർ പ്രതികൂലമാണെങ്കിൽ എന്താണ് ദോഷപരിഹാരം? രാഹുറിനുള്ള ദോഷപരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ വിവിധ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അവയിൽ സ്വീകാര്യമായി തോന്നിയിട്ടുള്ളത് ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തുക, നീലയും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള പട്ട് ഉടയാടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി പൊതിഞ്ഞ് അതിനോടൊപ്പം 4 മുഴം നീളത്തിലുള്ള മുല്ലപ്പൂവും കൂടെ ചേർത്ത്, മുല്ലപ്പൂ മാലയും കൂടെ ചേർത്ത് സമർപ്പിക്കുക, ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ക്ഷേത്രത്തിലെ ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത് പഞ്ചലോഹം കൊണ്ടോ വെള്ളി കൊണ്ടോ നിർമ്മിച്ച സർപ്പാകൃതിയിലുള്ള മോതിരം ധരിക്കുക എന്നിവയും ദോഷപരിഹാരമായിട്ട് പറയാറുണ്ട്. രാഹുർ ദശ എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള രാഹുർ സർവ്വ സൗഭാഗ്യങ്ങൾ നൽകും, അശുഭാവസ്ഥയിലുള്ള രാഹുർ സർവനാശത്തിന് കാരണക്കാരനാകും എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. വിശദീകരണങ്ങളും കൂടുതൽ വിവരങ്ങളും എല്ലാ നക്ഷത്രയാതരുടെ ദശാകാലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം. നമ്മൾ ഈ നക്ഷത്രക്കാരുടെ തന്നെ ഉത്രാട നക്ഷത്രക്കാരുടെ തന്നെ ജനനം മുതൽ ഏകദേശം 120 വയസ്സ് വരെയുള്ള ദശാകാലങ്ങളെക്കുറിച്ച് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന പ്രേക്ഷകർ, താല്പര്യമുള്ളവരത് തുടർന്ന് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് നമുക്ക് ഈ വീഡിയോയുടെ രത്നചുരുക്കമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ നിങ്ങളെ സമീപിക്കാം. ജ്യോതിഷ സംബന്ധമുള്ള ചെറിയ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല.
അത്തരത്തിലുള്ള സംശയങ്ങൾ 9288115644 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് അയയ്ക്കുക. സമയം പോലെ നോക്കി മറുപടി നൽകുന്നതാണ്. കോളുകൾ ഈ നമ്പറിൽ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നും അറിയിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.